വിദ്യാർത്ഥികളെ കണ്ടാൽ സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകൾക്കെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നിർത്താതെ പോയ ബസ്സിന് മുമ്പിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു ഹോം ഗാർഡിന്റെ വീഡിയോ ആണ്. ആ ഹോം ഗാർഡാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കോഴിക്കോട് വെള്ളിലശ്ശേരി സ്വദേശി നാഗരാജൻ. സാർ, ഇപ്പം വലിയ രീതിയിൽ ആ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളാണ് അത് കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് ശരിക്കും ഇന്നലെ ഉണ്ടായത്? ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട ടൈമിൽ 4 മണിക്ക് മർക്കസ് സ്കൂൾ വിട്ട സമയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ ബസ്സായിരുന്നു. ആ ബസ്സിന് ഞാൻ സ്റ്റോപ്പ് കൊടുത്തപ്പോൾ അവർ നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്നോട് തൊട്ട് ചേർന്നുകൊണ്ടാണ് അവർ നിർത്തിയത്. എന്നിട്ട് അവർക്ക് കുട്ടികളെ കയറ്റിയിട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല അവർ. ഞാൻ പറഞ്ഞു കുറഞ്ഞ കുട്ടികളെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. അന്നപ്പോൾ അവർ ഡോറ് തുറക്കാതെ കുട്ടികളെ എടുക്കാതെ ഇങ്ങനെ ഇതായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു കുട്ടികളെ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടുന്ന് എൻ്റെ നെഞ്ഞത്തോടെ എടുത്തിട്ട് പോകണം, ഇല്ലാതെ ഞാൻ വിടില്ല എന്ന്. അങ്ങനെ ഞാൻ അതിൽ ഒന്ന് റോട്ടിൽ കിടന്നതാണ്. പറഞ്ഞ് നിവർത്തിയില്ലാതെ അതെ അതെ. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്നല്ല, എന്തെന്ന് പറഞ്ഞാൽ 4 മണിക്ക് അവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 6 മണിയായാലും ഈ കൊച്ചു പിള്ളേരാണ്, അവർ വീട്ടിലെത്താൻ കഴിയുന്നില്ല. 6 മണിക്ക് പോലും അവർ വീട്ടിലെത്തുന്നില്ല. ഇവിടെ നിന്ന് ഓരോരോ ബസ്സുകാരും ഒരു 5ഓ 8ഓ കുട്ടികളെ എടുത്ത് പോയാൽ മതി, എന്നാൽ അവിടുത്തെ കാര്യം കഴിയും. പക്ഷേ ചില ബസ്സുകാർ ഡീസൻ്റാണ്, അവർ എടുത്ത് പോകുന്നുണ്ട്. ചില ബസ്സുകാരാണ് തീരെ കുട്ടികളെ എടുക്കാൻ പറ്റാത്തത്. അതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ കയറുമ്പോഴേക്ക് ഇവർ വണ്ടി എടുത്തെങ്ങാൻ പോവാൻ ശ്രമിക്കും. അതൊക്കെയാണ് ഇവർ എടുത്തുള്ള അത് എല്ലാ ബസ്സിനെയും നമ്മൾ കുറ്റം പറയല്ല കേട്ടോ, ചില ബസ്സുകാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഈ വീഡിയോ പുറത്തു വന്ന ശേഷം ആരെ വിളിക്കുക, അഭിനന്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? എന്തായിരുന്നു? പലരും വിളിച്ചെങ്ങാൻ എന്താ സംഭവം, എന്താ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നപ്പോൾ ചിലവർ നല്ലത് പറയും, ഒക്കെ എല്ലാവരും ഇതായിട്ടുണ്ട്. എന്തായിരുന്നു കുട്ടികളെ ഭാഗത്തുനിന്ന് പ്രതികരണം ആ സമയത്ത്? കുട്ടികൾ കംപ്ലീറ്റ് കൈയടിച്ച് അവർക്ക് വളരെ സന്തോഷം പ്രകടിപ്പിച്ച്. എനിക്ക് ഇങ്ങനെയാണ് ഇതിലൊക്കെ ഞാൻ ആ ടൈമിൽ നമ്മളെ ആ ഡ്യൂട്ടീൻ്റെതാണല്ലോ, അപ്പം നമ്മൾ വേറെ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ കുട്ടികൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ ഞാൻ കാണുന്നത് കുട്ടികൾ കൈയടിക്കുന്നതും ഒക്കെ. അന്നേരം നമുക്ക് ഈ കുട്ടികളെ കയറ്റി വിടാനുള്ള ഇതാണ്. നിർത്താതെ പോകുന്ന ബസ്സുകൾക്കെതിരെ ഇപ്പം പല രീതിയിലുള്ള പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്നിട്ടും ആ ഒരു രീതി തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ചില ബസ്സുകാരാണ് അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എല്ലാ ബസ്സും അങ്ങനെ ചെയ്യുന്നില്ല, നമ്മളെ എല്ലാവരെയും കുറ്റം പറയില്ല. ചില ബസ്സുകാരാണ് അങ്ങനെ ചെയ്യുന്നത്. അന്നപ്പോൾ അത് ഇല്ലാതെ കുട്ടികൾക്ക് ഒന്ന് സമയത്തിന് വീട്ടിലെത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അതാണ്. ഇനി എന്തായാലും കുന്നമംഗലം മർക്കസ് ബസ് സ്റ്റോപ്പിന് മുമ്പിൽ നിർത്തി കുട്ടികളെ കയറ്റാതെ ബസ്സുകൾ പോകില്ല. കാരണം നാഗരാജൻ സാറിൻ്റെ ആ ഒരു പ്രതിഷേധം അത്രമാത്രം സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ സ്റ്റോപ്പിൽ ബസ് നിർത്താതെ എന്തായാലും പോകുന്നത് തോന്നുന്നില്ല. ക്യാമറാമാൻ മനോജ് പേരാമ്പർക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.